അപ്പോൾ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഒരു 10 മണി വിളിച്ച് ഇവിടെ എത്തിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഭീമാപള്ളിയിൽ കയറിയായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. നമുക്ക് കുറച്ച് വീഡിയോസേ അവിടെ കിട്ടിയുള്ളൂ നമുക്ക്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീഡിയോസ് അതിൻ്റെ. പിന്നെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു 12:25 സമയം. അത് കണ്ടോ സമയം നോക്കിയാൽ 12:25. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു പുതിയ ടാസ്കിലോട്ടാണ് പോകുന്നത്. എല്ലാവർക്കും സുമതി വളവ് എന്ന് പറഞ്ഞൊരു സ്പോട്ടിലോട്ട് പോകണമെന്നാണ് പറയണത്. അവിടെ ഒരു ഗോസ്റ്റ് ഹണ്ടിങ് ഏരിയ എന്നാണ് പറയണത്. അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നുണ്ട്. പോകലപ്പാ നമുക്ക് അവിടെ പോയിട്ട് ആ ഗോസ്റ്റിയും കൂടെ എയർപോർട്ടിൽ കയറ്റിട്ടോ. ഏത് ആ ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞങ്ങളിപ്പോൾ ആ വഴി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു 10 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ, 10 അല്ല, ഒരു 20 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ സുമതി വളവ് എത്തുമെന്നാണ് പറയണത്. അപ്പോൾ ഈ വഴി കൂടി കയറിയപ്പോൾ ഉണ്ടായ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അകത്തോട്ട് കയറും തോറും ഇരുട്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നുണ്ട് നമുക്ക്. പക്ഷെ എന്നാലും അവിടെ ഇത് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ടാസ്ക് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം. ഡേഞ്ചറസ് ഏരിയ ഉണ്ടോ? ഭയങ്കര ഡേഞ്ചറസ് ഏരിയ. നീ പേടിക്കല്ലേ ഷാസേ? പേടിച്ചൊന്ന് പേടിച്ചിരിക്കുകയാണ്. എത്താനായിട്ടാ ഒരു 3 കിലോമീറ്റർ കൂടി ഉള്ളൂ. ഈ 3 കിലോമീറ്റർ കഴിഞ്ഞ് പേടിച്ചിട്ട് കൈവറക്കും. ഇതാണ് ഗോസ്റ്റ് ഹണ്ടിങ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ സുമതി വളവ്. അപ്പോൾ എത്താറായി. ഏകദേശം ഒരു 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഭയങ്കര ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ്. കാണുമ്പോൾ തന്നെ ഇത് നേരിട്ട് കാണുമ്പോൾ തന്നെ ഇത് നമുക്ക് പേടിയാവും ശരിക്കും. ഒറ്റ വണ്ടി ഇതിൽ ഇങ്ങനെ കടന്നുപോലെ കുറവാണ്. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിലൊക്കെ നോക്കി നമ്മൾ കാണിച്ചിട്ട് ബാക്കിൽ വേണ്ടത് ഇപ്പോൾ വളവെത്താനേ ആ വളവെത്താനേ. ഇതാണ് ഗോസ്റ്റ് ഹണ്ടിങ് സ്പോട്ട്. നമുക്കിനി സെക്കൻഡ് ഇട്ട് എടുക്കുക. കുളിരൊക്കെ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക്. സ്പോട്ടാണ് കറക്റ്റ് സ്പോട്ടിലേക്ക് ഞങ്ങൾ എത്തി. മാപ്പിൽ കാണിച്ചത് ഇതാണ് കറക്റ്റ് സ്പോട്ട്. ഇതാണ് സുമതി വളവ്. ഇതല്ലേ ഇതിലുള്ളത്?
വഴിയാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളിപ്പോ തിരിച്ച് ആ വഴി കൂടി തന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് 2 പ്രാവശ്യം നമ്മ ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മ വന്ന വഴി കൂടി തന്നെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ നമുക്കൊരു ഒന്നിനെയും നമുക്ക് കാണാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാല്. ഇതിനെ കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട് നമുക്ക്. പക്ഷേ അല്ല, ഇതിപ്പോ സുമതി വളവെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പേരുണ്ടെങ്കിലും നമുക്ക് ഇതില് നമുക്കിപ്പോ തോന്നിയത് ഒന്നും കാണാൻ പറ്റിയില്ല അല്ലേ? ഇല്ല, നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഹൊറർ മൂടുള്ള ഒരു ഫോറസ്റ്റ് ആണ് നിങ്ങൾ വരുവാണെങ്കിൽ കാണാൻ പറ്റിയാല് നിങ്ങൾക്കതൊരു ഭാഗ്യമാണ്. രാവിലെ വന്നിട്ട് കാര്യമില്ല, രാത്രി അർദ്ധരാത്രി. നമ്മിപ്പോ ടൈം ഇപ്പൊ 1:43 ടൈം 1:43 സമയമായി. ഈ ടൈമിൽ വന്നിട്ട് പോലും നമുക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല എന്നാണ്. അപ്പോൾ നമ്മള് ഇവിടെ നിന്ന് തിരിക്കാനാണ് കേട്ടോ. പിന്നെ അടുത്ത സ്ഥലം ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് പൊന്മുടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അല്ലേ? പൊന്മുടിക്കല്ലേ? പൊന്മുടിയിൽ ചെന്നിട്ട് എന്താണ് നോർത്ത് സ്റ്റേഷൻ ഹിൽ ടോപ്പ് അല്ലേ അത്? പൊന്മുടി സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ? സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഇനി പൊന്മുടി എത്തിയതിന് ശേഷം വരുന്നു.